പ്രിയമുള്ളവരെ, വചനജ്വാല 1815 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഹോസിയായുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ. കാഹളം അധരങ്ങളോടടുപ്പിക്കുക. കർത്താവിന്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം അവർ എന്റെ ഉടമ്പടി ലംഘിച്ചു, എന്റെ നിയമം അനുസരിച്ചില്ല. അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു, എന്റെ ദൈവമേ, ഇസ്രായേലായ ഞങ്ങൾക്ക് അങ്ങയെ അറിയാം. ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു, ശത്രു അവരെ അനുധാവനം ചെയ്യും. അവർ രാജാക്കന്മാരെ വാഴിച്ചു, എന്നാൽ എന്റെ ആഗ്രഹമനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത്. എന്റെ അറിവ് കൂടാതെയാണ് തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹം നിർമ്മിച്ചു. അത് അവരെ നാശത്തിലെത്തിച്ചു. സമരിയ, നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു. എന്റെ കോപം അവർക്കെതിരെ ആളിക്കത്തുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും? അത് ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ്, അത് ദൈവമല്ല. സമരിയായുടെ കാളക്കുട്ടിയെ കഷണങ്ങളായി ഞാൻ തകർക്കും. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല, അത് ധാന്യം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞിരിക്കുന്നു. കൂട്ടം വിട്ടറിയുന്ന കാട്ടുകഴുതയെ പോലെ അവർ അസീറിയയിലേക്ക് പോയിരിക്കുന്നു. എഫ്രായിം കാമുകന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചു കൂട്ടും. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും. എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു. അവർ ബലികൾ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ മാംസം അർപ്പിക്കുന്നു, അത് ഭക്ഷിക്കുന്നു. എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല. അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കും. അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും. അവർ ഈജിപ്തിലേക്ക് മടങ്ങും. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. യൂദ സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. എന്നാൽ അവന്റെ നഗരങ്ങളിൽ മേൽ ഞാൻ അഗ്നി അയക്കും. അത് അവന്റെ ശക്തി ദുർഗങ്ങൾ വിഴുങ്ങിക്കളയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ബെർണാർദിനെ അനുസ്മരിക്കുന്ന
രണ്ടാം കുരിശുയുദ്ധം പ്രസംഗിച്ച് സജ്ജമാക്കിയവൻ, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ, വാഗ്മി, ദൈവ മാതൃഭക്തൻ എന്നീ നിലകളിൽ പ്രശോഭിച്ചിരുന്ന ബെർണാർഡ് ചെറുപ്പത്തിൽ തന്നെ ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. അദ്ദേഹം ബർഗൻഡയിലാണ് ജനിച്ചത്. 23-ാം വയസ്സിൽ സെറോ ആശ്രമത്തിൽ ചേർന്നു. 3 വർഷത്തെ ആധ്യാത്മിക ജീവിതം കൈറോയിൽ പുതിയ ആശ്രമത്തിന്റെ ആപട്ടാക്കി. 37 വർഷം ആ ജോലിയിൽ തുടർന്നു. ഈ കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലായി 136 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ബെർണാർഡ് ബെനഡിക്ടൻ സഭയുടെ ദ്വിതീയ സ്ഥാപകനായിട്ടാണ് അറിയപ്പെടുക. ദൈവ മാതൃഭക്തി അസാധാരണമായിരുന്നു. പരിശുദ്ധ രാജ്ഞി ജപത്തിലെ അവസാന വാക്യവും എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും വിശുദ്ധ ബെർണാർഡ് എഴുതിയതാണ്. തേൻ പോലെയുള്ള മധുര പ്രഭാഷണ നിമിത്തം മധുവർഷകനായ വേദപാരംഗതൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 62-ാം വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നല്ലൊരു വാഗ്മിയും വേദപാരംഗതനുമായ വിശുദ്ധ ബെർണാർഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.